ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധം. കേരളത്തിൽ നിന്നുള്ള UDF MPമാരാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. തുറങ്കിലടച്ച പോലീസ്, തുറങ്കിലടച്ച സർക്കാരെ, നാണമില്ലേ നിങ്ങൾക്ക്, നാണമില്ലേ നിങ്ങൾക്ക്. തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. തൗഫീഖ്, ഇന്നിപ്പോൾ ഈ വിഷയം പാർലമെന്റ് മുമ്പിൽ പ്രതിഷേധിക്കുന്നു. പാർലമെന്റിനകത്തും ഇത് ഉയർത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കോൺഗ്രസ് അത് ഏത് സ്വഭാവത്തിലായിരിക്കും? അനിഷാദ്, ഈ വിഷയം പാർലമെന്റിനകത്തും പുറത്തും ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷ MPമാർ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരമാവുകയാണ്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ മിഷണറി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കും സഭാ നേതൃത്വത്തിനെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയുമെല്ലാം വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പള്ളിക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് പോലും ഒരു കർശനമായിട്ടുള്ള നടപടി സർക്കാരിന്റെയോ പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ടൊന്നും ഈ അക്രമികൾക്കെതിരെ ഉണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ MPമാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി അടക്കം എത്രയും വേഗം ഇടപെടൽ നടത്തണം. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ പ്രതിപക്ഷ MPമാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയം സഭയിൽ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ MPമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ MPമാർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് ശേഷം ഇടത് MPമാർ മാധ്യമങ്ങളെ കാണുമെന്ന് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും ഈ വിഷയം ഇപ്പോൾ ഉയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ MPമാരും രാജ്യസഭയിലും ലോക്സഭയിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധം എന്തായാലും വ്യാപകമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് 12 മണിയോടുകൂടി ആരംഭിക്കുക. അതിനു മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷ MPമാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അവർ കോടതിയെ സമീപിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ കോടതി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ 2 കന്യാസ്ത്രീകളും പുറത്തിറങ്ങും. അതേസമയം അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നാണ് MPമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള ആളുകൾ കത്തെഴുതുകയും ചെയ്തിരുന്നു. ഈ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ബജറംഗ് ദളിന്റെ പ്രവർത്തകരായിരുന്നു, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ അവിടെ വന്ന ആളുകളെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില ആളുകളെ അവർ മുഖത്തടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ MPമാർ കത്തെഴുതുകയും ചെയ്തത്.